ജാസ്മിൻ ഇങ്ങനെ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം റോക്കിയുടെ അടുത്ത് ചെല്ലുന്നുണ്ടായിരുന്നു. റോക്കിയുടെ അടുത്ത് എന്നിട്ട് ജാസ്മിൻ ഷെയ്ക്കാൻ്റെ താടാന്ന് പറയുന്നുണ്ടായിരുന്നു. റോക്കി ഷെയ്ക്കാനൊന്നും കൊടുത്തില്ല. റോക്കി പറഞ്ഞു ഞാൻ ഷെയ്ക്കാനൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജാസ്മിൻ അവിടെ നിന്ന് പോവാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് അപ്പം നോറയുമായിട്ട് സംസാരിക്കുമ്പോൾ റോക്കി പറയുന്നുണ്ട് അവൾ ഇന്നലെ ആ കാണിച്ചത് അവളുടെ ഗെയിമാണ്. ഇത് കേട്ടോണ്ട് ജാസ്മിൻ വീണ്ടും റോക്കിയുടെ അടുത്തേക്ക് വരുവാണ്. നിനക്ക് 2 ദിവസത്തേക്കൊന്നും ക്ഷമിക്കാൻ പാടില്ലേ? തൊഴുത് പിടിച്ചോണ്ട് ജാസ്മിൻ റോക്കിയോട് പറയുകയാണെങ്കിൽ ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യണം, നിനക്ക് 2 ദിവസത്തേക്കൊന്നും ക്ഷമിക്കാൻ പാടില്ല, 1 ദിവസത്തേക്കെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ റോക്കിയോട് സംസാരിക്കുന്നത്. അപ്പൊ റോക്കി പറയുകയാണെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല, ഞാൻ എന്തായാലും ക്ഷമിക്കില്ല, കാരണം നീയൊക്കെ എന്നെ കാണിച്ചത് എന്താ, ഞാൻ അന്ന് വെറുതെ ഇരുന്നു. അത് ശരിയാണ്, അന്ന് വെറുതെ റോക്കി ഇരുന്നപ്പോൾ ഇവരൊന്ന് മനഃപൂർവ്വം പ്രവോക്ക് ചെയ്യാൻ തന്നെയായിട്ടായിരുന്നു റോക്കിയുടെ അടുത്ത് ചെന്നത്. റോക്കിയുടെ ഫ്രണ്ടിലിരുന്ന് ഇവർ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് റോക്കിനെ കളിയാക്കി ചിരിക്കുകയും കാട്ടായങ്ങളൊക്കെ ആയിരുന്നു ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. അത് റോക്കി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെയാണ് റോക്കി അവിടെ പോയി ഇടിക്കുകയൊക്കെ ചെയ്തത്. നിങ്ങൾ അങ്ങനെ മനഃപൂർവ്വം എന്നെ പ്രവോക്ക് ചെയ്തതല്ലേ എന്ന് റോക്കി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതിന് നിന്നെ പറ്റി ഞങ്ങൾ പറഞ്ഞത് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. റോക്കിക്ക് ശരിക്കും എല്ലാ കാര്യം മനസ്സിലായിട്ട് റോക്കി പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വേറെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആക്ട് ആയിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് റോക്കി പറഞ്ഞു. ആ ആക്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ ആ ചെയ്തതിന് ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയാം. അപ്പൊ കുറെ പ്രാവശ്യം ജാസ്മിൻ പറയുന്നുണ്ട് നീ ഒന്ന് ക്ഷമിക്കുക, 1 ദിവസത്തേക്ക് ഇല്ല ഞാൻ ക്ഷമിക്കില്ല, ഞാൻ ക്ഷമിക്കില്ല, ഞാൻ ക്ഷമിക്കില്ല എന്ന് തന്നെയാണ് റോക്കി പറയുന്നത്. എന്നിട്ട് റോക്കി ജാസ്മിനോട് പറയുന്നുണ്ട് ഗബ്രി ഉണ്ടെന്നോ ജാസ്മിൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിന്റെ ഫാമിലി പ്രോബ്ലംസ് ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത്, അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയും. അങ്ങനെ നാണം കെട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവാണ്. അല്ല ജാസ്മിന് വീട്ടിൽ നിന്നും കോൾ വന്നതിന് ശേഷം ജാസ്മിൻ ഈ കാണിക്കുന്നത് മൊത്തം ഗെയിം പ്ലാൻ ആണെന്നാണ് റോക്കി പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.